ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിച്ചു കഴിഞ്ഞു. T20 ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങുമാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ 10-നാണ്. ആതിഥേയരായ UAE ആണ് ഇന്ത്യയുടെ എതിരാളികൾ. വമ്പൻ വിജയത്തോടെ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് കരുത്ത് കാണിക്കാൻ ഉറപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. നായകൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറഞ്ഞിരുന്നു. ഈ വർഷം കളിച്ച 5 T20 മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തി. ഇംഗ്ലണ്ട് പരമ്പരയിൽ തുടർച്ചയായി ഷോർട്ട് ബോളുകൾക്ക് മുന്നിൽ സഞ്ജു പതറി. എന്നാൽ കേരള ക്രിക്കറ്റ് ലീഗിൽ അവസാനം കളിച്ച 4 മത്സരങ്ങളിൽ 1 സെഞ്ചുറിയും 3 50-യും നേടി സഞ്ജു തകർപ്പൻ ഫോമിലെത്തി. കരുത്ത് തെളിയിച്ചാണ് സഞ്ജു ഏഷ്യ കപ്പിന് എത്തിയതെങ്കിലും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഇടം കണ്ടെത്തിയേക്കില്ല. ഇപ്പോഴിതാ സഞ്ജു സാംസൺ കളിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ടൂർണമെന്റിന് മുമ്പ് ടീമിന്റെ നായകന്മാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് സഞ്ജു സാംസൺ കളിക്കുമോ എന്ന ചോദ്യം സൂര്യകുമാറിനോട് ചോദിച്ചത്. ഇതിന് ഇന്ത്യൻ നായകൻ നൽകിയ മറുപടി ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സഞ്ജു കളിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് പ്ലേയിങ് 11 ഞാൻ നിങ്ങൾക്ക് മെസ്സേജായി അയച്ചു തരാം എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. തമാശ രൂപേണയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റന്റെ മറുപടി. സത്യത്തിൽ അവനെ തങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, അതോർത്ത് ആരും ആശങ്കപ്പെടേണ്ട. ഉചിതമായ തീരുമാനം നാളെ തങ്ങൾ എടുത്തുകൊള്ളാമെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു. എന്നാൽ സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകാൻ സൂര്യകുമാർ തയ്യാറായിട്ടില്ല. പരിശീലന സെഷനിലെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിൻ്റെ സ്ഥാനം ബെഞ്ചിലായിരിക്കാനാണ് സാധ്യത. സഞ്ജു സാംസൺ വളരെ കുറച്ച് സമയം മാത്രമാണ് നെറ്റ്സിൽ പരിശീലനം നടത്തിയത്. പരിശീലനത്തിനിടെ സഞ്ജുവിന് പേശീവലിവ് അനുഭവപ്പെടുകയും നടക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കാര്യമായ പരിക്കല്ലാത്തതിനാൽ സഞ്ജു പിറ്റേ ദിവസവും പരിശീലനം നടത്തിയിരുന്നു. എന്നാൽ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസണേക്കാൾ കൂടുതൽ പരിശീലനം നടത്തിയത് ജിതേഷ് ശർമ്മയാണ്. ഇന്ത്യ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സഞ്ജു സാംസണ് സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. മധ്യനിരയിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിൽ ജിതേഷ് ശർമ്മ കളിക്കും. ഇന്ത്യയുടെ പദ്ധതി ഇതാവാനാണ് സാധ്യതയെന്ന് പലരും വിലയിരുത്തുന്നു. സഞ്ജു അതിവേഗം റൺസ് ഉയർത്തുന്ന മികച്ച റെക്കോർഡുള്ള ഓപ്പണറാണെങ്കിലും ഇംഗ്ലണ്ട് പരമ്പരയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അതേസമയം പ്രസ് മീറ്റിനിടയിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗക്ക് കൈ കൊടുക്കാൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല. അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ളവർക്ക് കൈകൊടുത്ത സൂര്യകുമാർ യാദവ് പാക് നായകനെ കണ്ട ഭാവം നടിച്ചില്ല. മാത്രമല്ല, വാർത്താ സമ്മേളനം കഴിഞ്ഞ് സൂര്യകുമാർ യാദവ് വേഗത്തിൽ മടങ്ങുകയും ചെയ്തു. അതേസമയം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ കൂടിയായ PCB അധ്യക്ഷൻ മുഹ്സിൻ നഖ്വിക്ക് സൂര്യകുമാർ യാദവ് കൈകൊടുത്തു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇനി കളിക്കരുതെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഏഷ്യ കപ്പ് വരുന്നത്. സെപ്റ്റംബർ 14-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.